ഹലോ, വെൽക്കം ടു ലേണൻ. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 2-ലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചൊരു 10 MCQ ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് പാർട്ടാണ്, നമ്മുടെ മാരത്തോണിന്റെ തേർഡ് പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an n-channel MOSFET has K is equal to 0.5 milliampere per volt square. VTH എന്ന് പറയുന്നത് 1 volt തന്നിട്ടുണ്ട് and operates in saturation. അത് സാച്ചുറേഷൻ റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ VGS 3 വോൾട്ട് തന്നിട്ടുണ്ട്. ഡ്രെയിൻ കറണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1 milliampere, 2 milliampere, 3 milliampere, 4 milliampere ആണ്. നമുക്ക് അറിയാം സാച്ചുറേഷൻ കറണ്ട് ഫോർ MOSFET എന്ന് പറയുന്നത് ID is equal to K into VGS minus VTH ഹോൾ സ്ക്വയർ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ മോസ്ഫെറ്റിന്റെ സാച്ചുറേഷൻ കറണ്ടിന്റെ ഇക്വേഷൻ ഇവിടെ എങ്ങനെ വരിക? ID is equal to K into VGS minus VTH ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K തന്നിട്ടുണ്ട് 0.5 milliampere എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. 0.5 ആണ്. ആൻഡ് VTH എന്ന് പറയുന്നത് 1 ഉം VGS എന്ന് പറയുന്നത് 3 വോൾട്ടും ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന 3 - 1 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 3 - 1 2 ആണ്, 2 സ്ക്വയർ 4 ആണ് അല്ലേ. അപ്പൊ 0.5 into 4 അത്രയും മില്ലി ആംബറിലായിരിക്കും കിട്ടുക, which is equal to 2 മില്ലി ആംബറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, a MOSFET has ID is equal to ID എന്ന് പറയുന്നത് ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് 2 മില്ലി ആംബർ തന്നിട്ടുണ്ട്. VGS എന്ന് പറയുന്നത് 4 വോൾട്ടാണ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. VTH എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ട്രാൻസ് കണ്ടക്ടൻസ് ഇൻ മില്ലി സീമെൻസിൽ നമുക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ട്രാൻസ് കണ്ടക്ടൻസ് GM ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സാച്ചുറേഷനിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് GM is equal to D ID divided by D VGS ആണ്. അതായത് rate of change of VGS corresponding to അതിനുള്ള കറണ്ട് ആണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്, which is equal to 2K into VGS minus VTH ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ID-ന്റെ വാല്യൂ എന്ന് പറയുന്നത് K into VGS minus VTH ഹോൾ സ്ക്വയർ ആണ് നമ്മൾക്കറിയാം. നമ്മൾക്ക് ചോദ്യം കണ്ടുപിടിക്കേണ്ടത് GM ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ K-ന്റെ വാല്യൂ അത് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് K-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. K is equal to ID divided by VGS minus VTH ഹോൾ സ്ക്വയർ ആണ്. ID എന്ന് പറയുന്നത് എത്രയാണ്? 2 മില്ലി ആംബർ ആണ്. അപ്പൊ 2 divided by VGS minus VTH എന്ന് പറയുന്നത് 2 ആണ് കിട്ടുക. അപ്പൊ 2 divided by 2 square which is equal to 2/4. അത് 1/2 ആണ്. അത് 0.5 ആണ് അല്ലെ. ചോദ്യം എന്താണ്? ചോദ്യം അതല്ലല്ലോ, നമുക്ക് അത് ഓപ്ഷൻ ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്താണ്? GM കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. GM എന്ന് പറയുന്നത് 2K into VGS minus VTH ആണ് അല്ലെ. അപ്പൊ ഇതിൽ K-ന്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്ത് കിട്ടും? അപ്പൊ 2 into K എന്ന് പറഞ്ഞത് 0.5 എന്ന് കിട്ടി. into VGS minus VTH എന്ന് പറയുന്നത് VGS എന്ന് പറയുന്നത് 4 ആണ്, -2 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് നമുക്ക് എന്താ കിട്ടുക? 2 മില്ലി സീമൻ ആണ് കിട്ടുക അല്ലെ. 2 into 0.5 എന്ന് പറയുന്നത് 1 ആണ്. 1 into 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 മില്ലി സെക്കൻഡ് ആണ് നമുക്ക്, മില്ലി സീമെൻസ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അടുത്തത് ഫോർ എ MOSFET if VTH എന്ന് പറയുന്നത് 1.5 വോൾട്ട് തന്നിട്ടുണ്ട്, VGS എന്ന് പറയുന്നത് 1.2 വോൾട്ട് തന്നിട്ടുണ്ട്, VDS എന്ന് പറയുന്നത് 3 വോൾട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഡ്രെയിൻ കറണ്ട് ആണ് നമ്മളടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് VGS എന്ന് പറയുന്നത് VTH ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാം. VGS എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ നോക്കുക 1.2, VTH-ന്റെ വാല്യൂ 1.5 ആണ്. VGS എന്ന് പറയുന്നത് ലെസ് ദാൻ VTH ആണ് അല്ലെ. VGS എന്ന് പറയുന്നത് ലെസ് ദാൻ VTH ആണ്. 1.5-നേക്കാളും കുറവാണ് അത് വരുന്നത്. അപ്പൊ അതിനർത്ഥം അതിനെന്താ? VGS ലെസ് ദാൻ VTH ആണെങ്കിൽ അത് മോസ്ഫെറ്റ് എന്തിലാണ് നിൽക്കുന്നത്? കട്ട് ഓഫിലാണ് നിൽക്കുന്നത്. മോസ്ഫെറ്റ് കട്ട് ഓഫ് പറയുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ID-ന്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും വരിക? അത് 0 ആയിരിക്കും വരിക. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഹാഫ് വേവ് റെക്ടിഫയർ, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VM ആണ് തന്നിട്ടുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ പറയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും അതിന്റെ ഫിഗർ കിട്ടുക? ഹാഫ് വേവ് റെക്ടിഫയർ ഫിഗർ എങ്ങനെയായിരിക്കും കിട്ടുക അല്ലെ. എങ്ങനെയാണ് വരിക? അപ്പൊ ഇതില് VM എന്ന് പറയുന്നത് 100 വോൾട്ട് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിക്കുന്നത്. VDC എന്താണെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ VDC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് VDC = VM/π ആണ് അല്ലെ. നമുക്കത് ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 2VM/π ആണ്.
ഇത് ഹാഫ് വേ റെക്ടിഫയർ, ഞാനിപ്പോൾ വരച്ചത് ഫുൾ വേ റെക്ടിഫയറിന്റെ ആണ്. ഹാഫ് വേ റെക്ടിഫയർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. ഒരു ഹാഫ് സൈക്കിൾ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഇതിൽ നമ്മൾക്ക് എന്താ വരിക, ഇതാണ് നമ്മുടെ VM നമുക്ക് 100 വന്നിട്ടുണ്ട്. ഇത് ഫുൾ വേ റെക്ടിഫയറിന്റെ വരിക അല്ലേ. ഓക്കെ, അപ്പൊ ഇതിൽ ഹാഫ് വേ റെക്ടിഫയറിൽ VM എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്. അപ്പോൾ 100 ഡിവൈഡ് ബൈ പൈ ചെയ്താൽ മതി. 100 ഡിവൈഡ് ബൈ 3.14 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 31.8 വോൾട്ട് ആണ് നമുക്ക് ആൻസർ വരിക. അത് B ആണ്. ഇനി ഫുൾ വേ റെക്ടിഫയർ ആണെങ്കിൽ അത് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പൊ ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് 31.8 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 63.6 ആണ് നമുക്ക് വരിക. അങ്ങനെയാണെങ്കിൽ അത് ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. For a full wave rectifier with a peak voltage of Vm is equal to 50 volt, what is the RMS voltage of the output voltage? RMS value of the output voltage നമുക്ക് തന്നിട്ടുണ്ട്. ഫുൾ വേ റെക്ടിഫയറിന്റെ പീക്ക് വാല്യൂ തന്നിട്ടുണ്ട്. ഫുൾ വേ റെക്ടിഫയർ പറയുമ്പോൾ അങ്ങനെയാണ് വരിക, എല്ലാ ഹാഫ് സൈക്കിളും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇതിൽ VM എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, 50 വോൾട്ട് ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് RMS വാല്യൂ എന്ന് ചോദിക്കണേ. VRMS എന്താണെന്ന് ചോദിക്കണം. VRMS എന്ന് പറയുന്നത് ഒരു ഫുൾ വേ റെക്ടിഫയറിന്റെ VRMS എന്ന് പറയുന്നത് VM/√2 ആണ് അല്ലെ. അപ്പൊ VM എന്ന് പറയുന്നത് 50 തന്നിട്ടുണ്ട്. 50 ഡിവൈഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക, 35.35 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. √2ന്റെ വാല്യൂ 1.414 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 35.35 വോൾട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് ആർ പ്രിഫേർഡ് ബിക്കോസ്. ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്? ബിക്കോസ് they require small transformer, they have less peak inverse voltage, they need small transformer and also have less peak inverse voltage, they have low ripple factor. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞൊരു ഫുൾ വേ റെക്ടിഫയർ ആണല്ലേ. അവിടെ 4 ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ട്രാൻസ്ഫോമർ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏതിലെ ട്രാൻസ്ഫോമർ ആവശ്യമുള്ളൂ, ഫുൾ വേ റെക്ടിഫയറിൽ സെന്റർ ടാപ്പിൽ മാത്രം നമുക്ക് എന്ത് വരുന്നുള്ളൂ, ഈ പറയുന്ന ട്രാൻസ്ഫോമർ നമുക്ക് ആവശ്യം വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ഹാഫ് വേ റെക്ടിഫയറിന്റെ സെയിം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM ആണ് ഇതിലും വരിക. അതേസമയത്ത് നമ്മൾ മറ്റേ സെന്റർ ടാപ്പിൽ എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് 2VM കൂടുതൽ, അത് എപ്പോഴും കുറഞ്ഞിരിക്കണം. അപ്പൊ ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബ്രിഡ്ജ് റെക്ടിഫയറിലായതുകൊണ്ട് തന്നെ അത് നമ്മൾക്ക് കുറച്ചുകൂടെ മറ്റേ സെന്റർ ടാപ്പിനേക്കാളും പ്രിഫറബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അഡ്വാൻറ്റേജസ് ഓഫ് ഫുൾ വേ ബ്രിഡ്ജ് റെക്ടിഫയർ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല, ഡയോഡ് മാത്രം നമുക്ക് വരുന്നുള്ളൂ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡബിൾ ദാൻ ദാറ്റ് സെന്റർ ടാപ്ഡ് ഫുൾ വേ റെക്ടിഫയർ ഫോർ ദ സെയിം സെക്കൻഡറി വോൾട്ടേജിന് അതിനേക്കാളും ഡബിൾ എന്ന് പറയാൻ പറ്റില്ല, ഡബിൾ ദാൻ ദാറ്റ് ഓഫ് ദ ഹാഫ് വേ റെക്ടിഫയർ. ഹാഫ് വേ റെക്ടിഫയറിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഡബിൾ ആയിട്ട് കിട്ടും. ഫോർ ദ സെയിം സെക്കൻഡറി വോൾട്ടേജ് നമുക്ക് ഹാഫ് വേ റെക്ടിഫയറിനേക്കാളും ഡബിൾ ആയിട്ട് കിട്ടും. സെന്റർ ടാപ്പും ഇതും ഓൾമോസ്റ്റ് സെയിം നമ്മൾക്ക് ഔട്ട്പുട്ട് തന്നെ കിട്ടുക. നമുക്ക് എങ്ങനെയാണോ അതിൽ ഔട്ട്പുട്ട് ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു, അതുപോലെ തന്നെ എത്ര നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു, അതുപോലെ തന്നെയാണ് ഇതിലും വരിക. അതുപോലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അക്രോസ് ഈച്ച് ഡയോഡ് എന്ന് പറയുന്നത് 1/2 ഓഫ് ദ സെന്റർ ടാപ്പ്. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് വെറും VM മാത്രം ഇവിടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആയിട്ട് വരുന്നുള്ളൂ. A full wave rectifier outputs 12 volt DC across 100 ohm resistor. What is the power delivered to the load? ഒരു full wave rectifier ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 12 volt DC ആണ്, across 100 ohm ആണ്. പവർ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് DC ആണ് തന്നിട്ടുണ്ട്. റെസിസ്റ്റർ എന്ന് പറയുന്നത് 100 ohm ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ V²/R എന്ന് പറയുന്നത് 12 × 12 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. 12 × 12 144 ആണ്, ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 1.44 വാട്ട് ആണ് കിട്ടുക. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ ഹാസ് എ സപ്ലൈ വോൾട്ടേജ് ഓഫ് 12 വോൾട്ട് ആൻഡ് ഡെലിവേഴ്സ് എ മാക്സിമം AC പവർ ഓഫ് 2.5 വോൾട്ട് ടു ദ ലോഡ്. വാട്ട് ഈസ് ദ എഫിഷ്യൻസി ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്
12 വോൾട്ട് ആണ് അതിന്റെ സപ്ലൈ വോൾട്ടേജ് വന്നിട്ടുണ്ട്. ഡെലിവേഴ്സ് മാക്സിമം എ സി പവർ എന്ന് പറയുന്നത് 2.5 വാട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി ഫോർ ഒരു ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ, നോർമൽ ക്ലാസ് എ ആംപ്ലിഫയറിൽ നമുക്ക് വരുന്ന എഫിഷ്യൻസി 25%. അത് നമുക്ക് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആകുമ്പോൾ മാക്സിമം ഓഫ് 50% വരെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ സോ ഈവൻ ഇഫ് ദ ഡി സി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഓൺലി 2.5 വോൾട്ട് ആണ് നമ്മൾക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് അതിന് മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, കറക്റ്റ് ഹാഫ് ആണ് വരുന്നത്. അതായത് 5 വാട്ട് നമുക്ക് വരികയാണ് കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിലും അതിന്റെ പകുതി നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, 2.5 കിട്ടുന്നുള്ളൂ അല്ലെ. അതായത് നമുക്ക് ഈ പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഇപ്പൊ കൊടുക്കുന്നത് ഇൻപുട്ട് 20 വോൾട്ട് ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക, കറക്റ്റ് 50% ആണ് നമുക്ക് തിയററ്റിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ് 50% ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ വന്നാലും നമുക്ക് കിട്ടുന്നത് അതിന്റെ 50% ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്രോസ്ഓവർ ഡിസ്റ്റോർഷൻ ടിപ്പിക്കലി occurs in which amplifier? ക്രോസ്ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഏത് ആംപ്ലിഫയറിലാണ് നമ്മൾ കാണുന്നത്, അത് നമുക്കറിയാം. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡിയില് ക്ലാസ് ബിയിലാണ് ഈ പറയുന്ന ക്രോസ്ഓവർ ഡിസ്റ്റോർഷൻ നമുക്ക് സംഭവിക്കുന്നത് അല്ലെ. അവിടെ നമുക്ക് രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, അപ്പൊ രണ്ട് തമ്മിൽ സ്വിച്ചിങ്ങിന്റെ ടൈമിങ്ങിനിടയിൽ ഒരു ഗ്യാപ്പ് വരും. അത് കാരണമാണ് ക്രോസ്ഓവർ ഡിസ്റ്റോർഷൻ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ക്രോസ്ഓവർ ഡിസ്റ്റോർഷൻ arises near the crossing point. അതായത് ഇങ്ങനെ ഒന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും, പിന്നെ അടുത്തത് ഒരു സ്വിച്ച് ഒരു ഗ്യാപ്പ് വരും അല്ലെ. ആ സീറോ ക്രോസിംഗ് ഓവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കിട്ടേണ്ടതിന് പകരം സൈൻ വേവ് എന്ത് ചെയ്യും, ഈ ഇടയിൽ ഒരു ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കും വരിക. ആ സീറോ ക്രോസിംഗ് പോയിന്റ് ഒരു ഗ്യാപ്പ് വരും അല്ലെ. ആ ഒരു ഡിസ്റ്റോർഷൻ കാരണമാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ അതാണ്. അപ്പൊ ഒന്ന് ഓൺ ആവും, ഒരു ട്രാൻസിസ്റ്റർ ഓഫ് ചെയ്ത് മറ്റേത് ഓൺ ആവുന്ന ആ ഒരു ഗ്യാപ്പിനിടയിലാണ് ഈ പറയുന്ന ക്രോസ്ഓവർ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. ക്ലാസ് ബിയിലാണ് അത് സംഭവിക്കുന്നത്. ഇനി ക്ലാസ് എ ബി ആംപ്ലിഫയർ ഈച്ച് ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് ഫോർ. ഒരു ക്ലാസ് എ ബി ആംപ്ലിഫയറിൽ ഓരോ ട്രാൻസിസ്റ്ററും എങ്ങനെയായിരിക്കും കണ്ടക്ട് ചെയ്യുക, ലെസ് ദാൻ 90 ഡിഗ്രി, 180 ഡിഗ്രി, സ്ലൈറ്റ്ലി മോർ ദാൻ 180 ഡിഗ്രി, 360 ഡിഗ്രി, ഇത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതില് ഒരു ക്ലാസ് എ ബി ആംപ്ലിഫയറിൽ ഒരു ട്രാൻസിസ്റ്റർ എത്ര വെച്ചിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക, നമുക്കതറിയാം സ്ലൈറ്റ്ലി മോർ ദാൻ 180 ഡിഗ്രിയാണ് അല്ലെ. ഒരു ക്ലാസ് എ ആംപ്ലിഫയറിലാണെങ്കിൽ കംപ്ലീറ്റ് കണ്ടക്ഷൻ നടക്കും 360 ഡിഗ്രിയിലും, ക്ലാസ് എയിലാണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രിയും കണ്ടക്ഷൻ നടക്കും, ക്ലാസ് ബിയിലാണെങ്കിൽ 180 ഡിഗ്രിയും കണ്ടക്ഷൻ നടക്കും. അപ്പൊ ക്ലാസ് എ ബി എന്ന് പറയുന്നത് എയും ബിയും ക്ലബ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ 180നും 360നും ഇടയിലുള്ള റേഞ്ചിലായിരിക്കും അവിടെ കണ്ടക്ഷൻ പോസിബിൾ ആവുക. അപ്പോൾ ക്ലാസ് എ ബിയിൽ ജസ്റ്റ് മോർ ദാൻ 180 ഡിഗ്രി ആണ് നമ്മളവിടെ കൊടുക്കുക ടു എലിമിനേറ്റ് ദ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ക്ലാസ് സിയിലാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 180 ഡിഗ്രി കുറച്ചു, അതായത് ക്ലാസ്സുകൾ കൂടുന്നതോടെ ഡിസ്റ്റോർഷൻ അവിടെ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് സിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റോർഷൻ കൂടുതലായിരിക്കും. അപ്പോൾ 180 ഡിഗ്രിക്ക് താഴെ ആയിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഈ ഒരു സെറ്റിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത സെറ്റ് അടുത്ത വീഡിയോയിൽ കാണാം.